ഞാനിപ്പം നോൺ സ്റ്റോപ്പ് ബൈക്ക് റൈഡ് തുടങ്ങിയേക്കുവാണ്. ഇപ്പം കിലോമീറ്റർ 37,997. ഞാനിവിടുന്ന് ഇറങ്ങുവാണ്. ബായ്. ഇവിടുന്നൊരു 830 കിലോമീറ്റർ ദൂരമുണ്ട് താണ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പിന്നെ പയ്യന്തൂരിൽ പോയിട്ട് അവിടുന്ന് ഡേവിഡ് എൻ്റെ കൂടെ കൂടുന്നുണ്ട്. ഡേവിഡിനെ പിക്ക് ചെയ്യണം. പെട്രോൾ അടിക്കണം. പെട്രോളിന് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്ന അടുത്ത് പോയിട്ടാണ് പ്രഭു ഓട്ടോ ഫ്യൂസ്. ഇവിടുന്ന് പെട്രോൾ അടിച്ചുകൊണ്ട് പോകണം. സന്തോഷേ, നമസ്തേ. നമ്മൊന്ന് ഫുൾ ടാങ്ക് ആക്കി. അങ്ങനെ ബൈനൂരെത്തി. ഇവിടുന്ന് ഡേവിഡിനെ കൂട്ടാറുണ്ട്. ഡേവിഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. ഞങ്ങളങ്ങനെ 200 കിലോമീറ്റർ കഴിഞ്ഞു. ലേശം നേരം ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തു. ഇപ്പോൾ റോഡ് മോശമാണ്. ഇവിടെ സ്ലോയേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഹെവി വെഹിക്കിൾസ് ഉണ്ട്. ഫുള്ള് ലോറികളാണ്. പിന്നെ രണ്ടാമതേയും പെട്രോളൊക്കെ അടിച്ചു. ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണ്. പോലെ അങ്ങനെ നമ്മൾ 300 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ 298. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു റെസ്റ്റിന് നിർത്തിയേക്കുവാണ്. ഇവിടുന്ന് ഒരു വെൽഗാമിന് ഒരു 70 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഫുള്ള് കരിമ്പന്തോട്ടമൊക്കെയാണ്. അപ്പുറം ഇപ്പോഴൊക്കെ കരിമ്പന്തോട്ടമാണ്. നല്ലൊരു മാവിൻ്റെ അടിയിലാണ് ഞങ്ങളിപ്പോൾ വണ്ടി വെച്ചേക്കുന്നത്. ഞങ്ങളിവിടെ കരിമ്പന്തോട്ടത്തിൽ നിന്നപ്പോൾ ഇതിൻ്റെ ഓണർ വന്നു. ഓണറിനെ പരിചയപ്പെടാം. ഇതാണ് ഓണർ. ಹೆಸರೇನು ಸರ್? ಮೋಹನ್. ಅವರು ಇದೆಂತ ಹಾಲಾ? ಇದು ಹಾಲಿನ ವ್ಯಾಪಾರ. ഓഹോ. ഞങ്ങളുടെ ഇത് കണ്ടിട്ട് പുള്ളിക്കാരൻ ഭയങ്കര അതിശയമായിരുന്നു. ഇപ്പം ഞങ്ങൾ 300 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. അടുത്ത് ഇനി 600 കൂടെ ബാക്കിയുണ്ട്. റോഡ് ഫുള്ള് പോയി കിടക്കുക. പിന്നെ ഒരു ഓഫ് റോഡ് പോലത്തെ കിട്ടി. നല്ല മ്യൂസിക് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല പാട്ട്, നല്ല രസമാണ് കേട്ടുകൊണ്ട് പോകാൻ. ഇതാണ് ജോള കൂട്ടിയിട്ടേക്കുന്നത്. അവിടെ ഇത് ജോള റെഡിയാക്കിയിട്ടേക്കുന്നത്. ഡേവിഡ് ഇവിടെ എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു 2 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തു. ഇവിടെ ഒരു ഫാമിലീനെയൊക്കെ പരിചയപ്പെട്ടു. ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണ്. ഇപ്പം പിന്നെ നല്ല റോഡൊക്കെ വന്നു. നല്ല രസമായി കഴിഞ്ഞാൽ പോകാൻ. രണ്ട് സൈഡിലും കാടുകളൊക്കെ ഉണ്ട്. നല്ല രസമായി ഇവിടുന്ന് കാണാനൊക്കെ. നല്ല കുന്നുപ്രദേശങ്ങളും ഫുള്ള് ജോളമാണ്. ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ഓഫ് റോഡ് ഇവിടെ ജെല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കഷ്ടമാണ് പോകാൻ വേണ്ടി. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഷീനൊക്കെ ഇവിടെ കാണാം. ഫുൾ ഓഫ് റോഡാണ്. കുറേ നേരമായി.
നല്ല മരങ്ങൾ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നല്ല സൂപ്പറുണ്ട് കാണാൻ വേണ്ടി. നെല്ല് കൃഷിയൊക്കെ കാണാം ഇവിടെ. മെല്ലെ മഴ പെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ എൻഎച്ചാണ്. അതിന് ഞങ്ങൾ റെയിൻകോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഹൈവേ കിട്ടി. ഇപ്പം മഴ കാണാൻ തുടങ്ങി. ഹൈവേ കിട്ടിയപ്പോൾ മഴ കാണാൻ തുടങ്ങി. അങ്ങനെ ബെൽഗാമിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്. ഇവിടെ നല്ലൊരു സീനറി കണ്ടു. അതിന് വേണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടി. വൈകുന്നേരമായി. സമയം 4:19. ഇപ്പം ഒട്ടാകെ ഒരു 400 കിലോമീറ്റർ ആയിട്ടുണ്ട്. എക്സാക്റ്റ് ഇനി നോക്കിയില്ല. അന്നേരം 300 ആയിരുന്നു. 300 കഴിഞ്ഞിട്ട് കുറേ ഓടി. 400-ന് അടുത്തായിട്ടുണ്ട്. നല്ല സീനറിയല്ലേ കാണാൻ വേണ്ടി. നല്ല കാറ്റും നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. നല്ല മഴ കിട്ടി. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്തു. നല്ല തണുപ്പ്. ബെൽഗാമിൻ്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. ഇനി ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ ബെൽഗാമിന്. മഴ കൂടി. മഴ അത്രയ്ക്കും മഴ. അങ്ങനെ ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞു. മഴ കഴിഞ്ഞതിലേക്ക് വെള്ളം ഒഴുകുന്ന കണ്ട റോഡിലേക്ക് ഒഴുകി വരിക. കുറേ പേര് ഇവിടെ വന്നിട്ട് വീഡിയോയും ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല സ്ഥലമാണ്. എനിക്ക് വെള്ളം ഷീന്ന് വന്നിട്ട് ഓടിച്ചുകൊണ്ട് വരും. എല്ലാവരും സെൽഫി എടുത്തോ ഇവിടുന്ന്. നമ്മളങ്ങനെ കൊല്ലാപ്പൂര് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ഒരു ചായ കാപ്പിയൊക്കെ കുടിച്ചു. താങ്ക് യു. സൗരവിൻ്റെ വീട്ടിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ബർത്തേ ബൈ. ഞങ്ങളുടെ ടാസ്ക് 900 കിലോമീറ്റർ ഇപ്പം എൻഡ് ചെയ്തു. ഇപ്പം 900 കിലോമീറ്റർ ആയി. സക്സസ്ഫുള്ളി ആയിരുന്നു. ടോട്ടലി 24 hours ഞങ്ങളെടുത്തു. എന്ത് പറയുന്നു ഡേവിഡ്? വളരെ നല്ല എക്സ്പീരിയൻസ്. ലൈഫിൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഓടിക്കുന്നത്. അതിൻ്റെതായ ക്ഷീണമുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. ഓക്കെ.